ഹായ് ഹലോ. കേരള ക്രൈം ഫയൽ സീസൺ 2 നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ജി ഹോട്ട്സ്റ്റാറിനകത്ത് റിലീസായത്. ഞാനത് 2 ദിവസം മുന്നാണ് അതിൻ്റെ സീസൺ 1 കണ്ടത് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, ഒരു മേക്കിങ്ങും കഥ പറയുന്ന രീതിയും പിന്നെ അവർ സൃഷ്ടിക്കുന്ന ആ ഒരു പശ്ചാത്തലവും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അജു വർഗീസും ലാലും അങ്ങനെ കുറച്ചധികം കഥാപാത്രങ്ങൾ ഏറ്റവും മികച്ചൊരു അഭിനയം തന്നെ കാഴ്ചവെച്ചിട്ടുള്ളൊരു എന്താ പറയുക വെബ് സീരീസ് ആണ് സീസൺ 1. സീസൺ 1 കണ്ട അതിന്റെ ഹാങ് ഓവറിൽ തന്നെയാണ് ഞാൻ സീസൺ 2 കണ്ടത്. എന്നെ സംബന്ധിച്ച് സീസൺ 2 അതിഗംഭീരമായിട്ടുള്ള ഒരു മേക്കിങ്ങും എന്താ പറയുക തിരക്കഥയും അഭിനയം എന്ന് പറഞ്ഞാൽ ക്ലാസ് അഭിനയം. ഇതിനകത്ത് മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ലാലുണ്ട്, ഇന്ദ്രൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഹരിശ്രീ അശോകൻ, ആം, ഈ പറഞ്ഞ അജു വർഗീസ്, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, നൂറിനുണ്ട്, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ടെങ്കിലും എല്ലാവരും മത്സരിച്ച് അഭിനയിക്കുകയാണ്. നമുക്ക് ഒരാളുടെ ക്യാരക്ടർ പോലും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കുറച്ചധികം പോലീസ് ഓഫീസേഴ്സ് വരുന്നുണ്ട്. ഇവരൊക്കെ ഉണ്ടല്ലോ നമുക്കിങ്ങനെ എന്താ പറയാ, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അഭിനയം. ഇത് ഇവർ അഭിനയിക്കുകയാണോ അല്ലെങ്കിൽ ശരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ക്യാമറ വെച്ച് പകർത്തുകയാണോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി. അത്രയും മികച്ച രീതിയിലാണ് അവർ അഭിനയിക്കുന്നത്. ഇതിനകത്ത് ഹരിശ്രീ അശോകനും അതുപോലെ തന്നെ ഇന്ദ്രൻസും അവരുടെ ഇന്ദ്രൻസ് ഓൾറെഡി നമുക്ക് മുന്നിൽ കുറെ അഭിനയ മുഹൂർത്തങ്ങൾ ഇതുപോലത്തെ നല്ലതൊക്കെ തന്നിട്ടുണ്ട്. ഹരിശ്രീ അശോകൻ അത്ര എത്തിയിട്ടില്ലെങ്കിലും വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ പുള്ളിയുടെ നമ്മൾ ഈ കോമഡി അല്ലാതെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതില് വളരെ കുറച്ച് സീനിലാണ് ഇവർ രണ്ടുപേരും ഉള്ളത്. കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഞെട്ടിപ്പോവും. ശരിക്കും ഇവര് അഭിനയിച്ചിട്ടുള്ള ഒരുപാട് കോമഡി സീൻസ് ഒക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ അഭിനയിച്ചിട്ടുള്ള ആ രണ്ട് വ്യക്തികള് ഇന്ന് ഈ ഫിലിമിനകത്ത് അവരുടെ വേറൊരു മുഖം, ഇനിയും എന്തൊക്കെയല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രണ്ടുപേര് തന്നെയാണ് ഹരിശ്രീ അശോകനും അതുപോലെ തന്നെ ഇന്ദ്രൻസും. അടിപൊളി അഭിനയമായിരുന്നു. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും. അമ്പിളി രാജു എന്ന് പറഞ്ഞ കഥാപാത്രം, ഹരിശ്രീ അശോകൻ ചെയ്ത കഥാപാത്രവും നമ്മുടെ ഉള്ളിനകത്ത് ഇങ്ങനെ നിൽക്കും ആ മൂവി കഴിഞ്ഞാല്. അതാണ് ഒരു കഥാപാത്രം നമ്മളുടെ ഉള്ളിനകത്ത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഫിലിമോ അല്ലെങ്കിൽ ആ വെബ് സീരീസോ കണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഹോൾഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ആ സിനിമ സക്സസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൈയടിച്ച് കൂക്കി ആ സിനിമ കണ്ട് നമ്മളൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിലൂടെ അടുത്ത കാര്യങ്ങൾ വരും. പക്ഷെ ആ സമയത്ത് ആ സിനിമയെ കുറിച്ച് നമ്മൾ മറന്നുപോയി, അല്ലെങ്കിൽ ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും അവരുടെ റോള് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് കുറച്ചധികം നായ്ക്കൾ വരുന്നുണ്ട്. എന്താ പറയുക, ഡോഗ് ലവർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പെയിൻ തരുന്ന കുറച്ച് കാര്യങ്ങളും ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മുടെ കണ്ണ് അവസാന സീനിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് നനയുന്ന അല്ലെങ്കിൽ ഒന്ന് പിടയ്ക്കുന്ന കുറച്ച് സീൻസൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഇതിന്റെ കഥാപശ്ചാത്തലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിനകത്ത് ഒരു പോലീസ് സ്റ്റേഷനകത്ത് കുറച്ചധികം പോലീസുകാർ സസ്പെൻഡ് ആവുകയോ അല്ലെങ്കിൽ സ്ഥലം മാറി പോവുകയും ചെയ്യുന്നുണ്ട്. ആ ഒഴിവിലോട്ട് പുതിയ കുറച്ച് പേര് എൻ്റർ ആവുകയാണ്. അതിനകത്താണ് ലാലിന്റെ കഥാപാത്രം, പുതിയതായിട്ട് വരുന്ന അർജുൻ വർഗീസിന്റെ കഥാപാത്രമൊക്കെ ആഡ് ആവുന്നത്. ഇവരുടെ ഈ ടീമിലോട്ട് CP ആയിട്ടുള്ള അമ്പിളി രാജു എന്ന് പറഞ്ഞ ആളും കൂടി വരാനുണ്ട്. പക്ഷെ ഈ ആള് മാത്രം ഇതിലൂടെ വന്നിട്ടില്ല. അതായത് വേറെ ഇതിലോട്ട് ജോയിൻ ചെയ്തിട്ടില്ല. പുള്ളിനെ വിളിക്കാൻ നോക്കുന്നു, കിട്ടുന്നില്ല. വീട്ടിലോട്ടൊക്കെ വിളിച്ചു നോക്കുന്നു, കിട്ടുന്നില്ല. അപ്പോ പിന്നെ അങ്ങോട്ടേക്കുള്ള കഥാപശ്ചാത്തലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പിളി രാജു എന്ന് പറയുന്ന ആളുടെ മിസ്സിങ്ങും കാര്യങ്ങളുമാണ് ഈ സിനിമയിനകത്ത് പിന്നെ ഉടനീളം പോയിട്ടുള്ളത്. ഇതിൽ തന്നെ എന്താ പറയാ, കടപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എത്ര വലിയൊരു കാര്യമാണ് നമുക്ക് ഉണ്ടാക്കി വെക്കുന്നതെന്ന് എല്ലാവരുടെയും ലൈഫിനകത്ത്. അതായത് ഒരു കൊടുക്കൽ വാങ്ങലിനകത്ത് നമ്മൾ ആ കൊടുക്കൽ വാങ്ങൽ കഴിഞ്ഞിട്ട് ഒരു കടപ്പാട് സൂക്ഷിക്കേണ്ടത്, അത് ലൈഫ് ലോങ് നമ്മൾ എന്താ പറയാ ചിലപ്പോൾ കൊണ്ട് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ആ ഒരു സംഭവത്തെ ഇതിനകത്ത് അതിമനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനകത്ത് ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഒരു രൂപ പോലും കൈക്കൂലി മേടിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അയാൾ എല്ലാവരിലും ഉണ്ടാക്കുന്നത് ആ കടപ്പാട് എന്ന് പറയുന്ന സാധനമാണ്. അയാൾക്ക് എല്ലാ രാഷ്ട്രീയക്കാരും അറിയാം, എല്ലാവർക്കും അയാൾ അറിയാം. ആ തിരുവനന്തപുരം സിറ്റിനകത്ത് അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള എല്ലാവരും അയാൾക്കറിയാം. എല്ലാവരും അയാളോട് ബിഹേവ് ചെയ്യുന്നത് അയാളുടെ എന്താ പറയാ, അയാൾ അവരിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ കടപ്പാടാണ്. എല്ലാവർക്കും അയാളെ ഭയങ്കര ഇഷ്ടമാണ്.
എല്ലാ നേതാക്കന്മാരുടെയും കാര്യത്തിൽ അയാൾ ഇടപെട്ട് പോകുന്നുണ്ട്. അവിടെയൊക്കെ അയാൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന കടപ്പാട് എന്ന് പറഞ്ഞ സാധനമാണ്. ഇതിനകത്ത് അശോകന്റെ ക്യാരക്ടറിനോടും അയാൾ ഉണ്ടാക്കി വെക്കുന്നത് ഇത് ഈ വലിയൊരു കടപ്പാടാണ്. ആ കടപ്പാടിൽ നിന്നുമാണ് ഈ സീരീസിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു പോയിന്റിലോട്ട് ഇത് എത്തുന്നത് തന്നെ. അടിപൊളി ഒരു മേക്കിംഗ് ആണ്, നമ്മളൊന്ന് ചിന്തിപ്പിക്കാനൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഇതിൽ അർജുൻ രാധാകൃഷ്ണൻ ചെയ്ത പോലീസ് ഓഫീസറിന്റെ കാഴ്ചപ്പാടുകളിലൂടെയാണ് നമ്മൾ ഈ സിനിമ ഇൻവോൾവ് ചെയ്യിക്കുന്നത്. പുള്ളി ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ അല്ല, പുള്ളിക്ക് എക്സ്പീരിയൻസ് കുറവുണ്ട്, പക്ഷെ പുള്ളി ബ്രില്യൻ്റ് ആണ്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ആ ഒരു ട്രാക്കിലൂടെയാണ് ഈ സിനിമയിലോട്ട് ഇൻവോൾവ് ആവുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഡോക്ടറിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഫറാസ് ഷബില. കുറച്ച് സീൻസിലേ ഉള്ളൂ, എല്ലാവരെയും പോലെ തന്നെ കുറച്ച് സീൻസിലേ ഉള്ളൂ, പക്ഷെ അതിഗംഭീരമായിരുന്നു. ഒരു ഡോക്ടറൊക്കെ ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ, ദേഷ്യം ഒക്കെ അവർ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് കാണാനായിട്ട്. കാരണം നിങ്ങളൊരു വെബ് സീരീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളൊരു വ്യത്യസ്തമായിട്ടുള്ള മേക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൻ്റെ ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം ഒരു സ്ലോ ബേസ് ആണെന്ന് ചോദിച്ചാൽ കുറച്ച് സ്ലോ ആണ് ഈ ഒരു വെബ് സീരീസിൻ്റെ ട്രാക്ക് എന്ന് വെച്ചാൽ. ഭയങ്കര ഫാസ്റ്റിൽ പോണ ഒരു ട്രാക്ക് അല്ല, വളരെ സ്ലോയിലാണ്. നമ്മളിങ്ങനെ ലാഗ് ചെയ്യുന്നുണ്ടോ എന്നൊരു അറ്റത്തോട്ട് കൊണ്ടുപോകും, പക്ഷെ നമ്മൾക്കിത് ആ അറ്റത്തോട്ട് എത്തുമ്പോൾ തന്നെ അവർ നമ്മളെ കൊണ്ടുവരും, എൻ്റെ എൻഗേജിങ് ആക്കി വെക്കും. അങ്ങനത്തെ ഒരു വെബ് സീരീസ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിത് എൻ്റെ വീട്ടിലുള്ള ഒരുപാട് പേരെ കാണിച്ചു, അവർക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുത്തു. കാരണം ഒരു എന്തോ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ എന്തോ ഒരു ഫീൽ നമുക്കിനകത്തുണ്ട്. എവിടെയൊക്കെ നമുക്കൊരു പെയിൻ ഉണ്ടാവുന്നുണ്ട്. ചുമ്മാ കണ്ടുപോകാൻ പറ്റുന്ന ഒരു വെബ് സീരീസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വെബ് സീരീസ് കാണാം. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്താം. താങ്ക് യു ഫോർ വാച്ചിങ് മീ. അപ്പം ഇനി അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം. ബൈ, സീ യു.